കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ചെറിയ സംഭവം നടാൻ പോവാട്ടോ. ഞാൻ കറി വെക്കാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് വാങ്ങി. ആ ഉരുളക്കിഴങ്ങ് കുറച്ച് കഴിഞ്ഞ് വെക്കുമ്പോൾ മുള വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ മുമ്പേ ഉരുളക്കിഴങ്ങ് മുളച്ചപ്പോ അത് നട്ട് വിളവെടുത്തപ്പോ നന്നായിട്ട് കിട്ടി. അതൊക്കെ എന്റെ ചാനലിൽ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നട്ടിട്ട് നിങ്ങളും കൂടി കണ്ടോട്ടെ. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ മുളച്ചിട്ടുണ്ടെങ്കിൽ നട്ടാലോ. നട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെങ്കിൽ പിന്നെ നടുന്നത് എന്താ സൂപ്പർ അല്ലേ. ഇവിടെ വയനാട് ആയതുകൊണ്ടാണോ അറിയില്ല, നന്നായിട്ട് കിട്ടി. അപ്പൊ ഞാൻ ഉരുളക്കിഴങ്ങ് നടാൻ പോകുന്നത് നിങ്ങളും കൂടി കാണിച്ചുകൊണ്ട് നടാം. ഇതാ ഇങ്ങനെയുള്ള ഒരു സിമെന്റ് ചാക്കിലാണ് നടുന്നത്. സിമെന്റ് ചാക്ക് ഞാൻ മറിച്ചിട്ടതാ. അടിയിലൊരു കെട്ടും കെട്ടിയാൽ റൗണ്ടിൽ നിൽക്കും. ഗ്രോ ബാഗ് പോലെ തന്നെ ഉണ്ടാവും, വാങ്ങുന്ന ഗ്രോ ബാഗ് പോലെ ഇങ്ങനെ റൗണ്ടിൽ നിൽക്കും. അടിയിലൊരു ഹോൾസും ഉണ്ടാക്കിയാൽ ഇതിൽ മതി. ഉരുളക്കിഴങ്ങിന് ഇത്രയൊക്കെ മതി, ഈ ഹൈറ്റും മതി. അപ്പൊ ഞാൻ അടിയില് ഗ്രോ ബാഗിന്റെ അടിയിൽ കുറെ ഇതിടുക, ചപ്പ് ചവറ്. മഴയാണ്, നല്ല മഴയാ ഇവിടെ. റെഡ് അലർട്ട് വരെ ഉണ്ട്. അങ്ങനെ കോരിയിടുക. ഞാൻ ഈ പണിയായി ഇതിനുള്ളതാ. നല്ല വള, സൂപ്പർ വളായി മാറിക്കോളും. പിന്നെ മണ്ണ് ഉറച്ചും പോവില്ല. അങ്ങനൊരു കയ്യ അപ്പാട് പച്ച കയ്യ പറ്റൂല. മഴക്കാലത്ത് പാമ്പട്ടുണ്ടെങ്കിൽ എല്ലാം നോക്കണം. മാക്സിമം കുത്തി നറക്കുക. ഇനി കുറച്ച് മണ്ണ് ഇടട്ടെ. മണ്ണൊക്കെ സൂപ്പറായിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഇടയ്ക്കൊരു മണ്ണിട്ടാലേ ഇതൊക്കെ വളാക്കി മാറ്റിയോളും. മണ്ണ് നിർബന്ധം എടുക്ക്. ഇനി വിടട്ടെ. എന്നാ പിന്നെ നമ്മള് വളം ചെയ്യണ്ട. പിന്നെ ഞാൻ വളം ചെയ്യേല, നനച്ചു കൊടുക്കുകയുള്ളൂ മഴക്കാലം കഴിഞ്ഞാൽ. മഴക്കാലം എന്ന് പറഞ്ഞപ്പോ ഇത് കുറച്ച് ദിവസത്തിനല്ലേ ഉള്ളൂ മഴ. പിന്നെ നിൽക്കല്ലോ. കുറച്ച് ചെയ്യട്ടെ, അപ്പൊ കാണിച്ചു തരാം. വാഴന്റെ ഇതൊക്കെ നല്ലതാട്ടോ, ഒക്കെ വളമായി മാറിക്കൂടും. ഇടക്ക് ഈ കമ്പ് കോല് പോലത്തെ ഉണ്ടെങ്കിൽ മാറ്റണം. അത് മാറ്റിയില്ലെങ്കിൽ ഈ സഞ്ചി ചാക്ക് കീറിപ്പോവും. ഏറ്റവും നല്ല വളമാണ് പോലും വാഴന്റെ വേസ്റ്റുകളൊക്കെ. ഇത് വേണ്ട, ചകിരി വേണ്ട. ചകിരി ഇട്ടാ നല്ല തന്നെയാണ് വെച്ചാൽ വളം. ഇത് മണ്ണങ്ങ് ചേർക്കുമ്പോണ്ടല്ലോ പെട്ടെന്ന് ഇത് വളമായി മാറും. അതാ നിറയെ മണ്ണ് കരിയിലിട്ട് പച്ച ഇലയിട്ട് മണ്ണിട്ട് ഇനി കുറച്ച് മണ്ണൂടി ഇട്ടിട്ടാ ഞാൻ നടാൻ പോണേ. നല്ല വളമാണ്. കുറച്ച് മണ്ണിടട്ടെ. ഇന്ന് കുറച്ചൊരു മഴയ്ക്ക് കുറവ് കാണുന്നുണ്ട്. അന്നേരം ഒന്ന് പുറത്തിറങ്ങിയതാ. എൻ്റെ ഉരുളക്കിഴങ്ങ് മുളച്ചു പോയി. ഇതിലാണ് ഞാൻ ഉരുളക്കിഴങ്ങ് നടാൻ പോകുന്നത്. ഞാൻ ഉരുളക്കിഴങ്ങ് നട്ട് വിളവെടുത്ത് നിങ്ങൾ കണ്ടില്ല, എൻ്റെ ചാനലിലുണ്ട്, നോക്കി നോക്കണ്ടി. നന്നായിട്ട് എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് മുളച്ച ഉരുളക്കിഴങ്ങൊക്കെ അപ്പൊ ഞാൻ നടല കൊണ്ടുവച്ച്. മുളച്ചു പോയാൽ ഉള്ളി ആയാലും മുളച്ചത് നടട്ടോ. നല്ലോണം കിട്ടി, ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പൊ ഇനി ഞാൻ ഇതിൽ ഉരുളക്കിഴങ്ങ് നടട്ടെ. എൻ്റെ ഉരുളക്കിഴങ്ങ് കണ്ടോ, കറി വെക്കാൻ കൊണ്ടുവന്നിരുന്നു, മുളച്ചു പോയി. ഇങ്ങനെ കറി വെക്കാൻ കൊണ്ടുവന്നത് മുളച്ചത് നട്ടിട്ടാണ് ഞാൻ കുറേ വിളവെടുത്തത്. എൻ്റെ ചാനൽ നോക്കിയാൽ കാണും. അപ്പൊ ഞാൻ ഇത് നടാൻ പോകുന്നത്. നമുക്ക് ചാക്ക് മതി, ഇങ്ങനെയുള്ള ചാക്ക് മതി, എന്നാ തന്നെ ഉണ്ടാവും. ഒന്ന് രണ്ടെണ്ണം നടുന്നുണ്ട്. നട്ട് കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇതാ ഇതിലാ നട്ടത്. ഇവിടെ രണ്ടെണ്ണം, ഒന്നിതാ ഇവിടെ നട്ടു, ഇവിടെ ഒന്ന് നട്ടു, ഇവിടെ ഇതാ അങ്ങനെ രണ്ടെണ്ണം.
അടിയിൽ നിറയെ കരിയിലിട്ടങ്ങ് നിറച്ചു കൊടുത്തു ഞാൻ. കുറച്ച് മണ്ണിൽ സൂക്ഷ്മജീവികളുള്ളത് കൊണ്ട് ഇതൊക്കെ വിഘടിച്ചൊക്കെ വളമാക്കി മാറ്റിയോളൂ. പിന്നെ ഇതെന്റെ കരിയിലെ കമ്പോസ്റ്റ് എല്ലാം അടിച്ചു വാരി കൊണ്ടുപോയിരുന്ന സ്ഥലമാണ് ഈ മൂല. അവിടുന്ന് കോരിയ മണ്ണായിരുന്നു. നോക്ക് കറുപ്പ്, എന്തൊരു കറുപ്പാ. അതെടുത്ത് അതിലാണ് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് നട്ടത്. ഞാൻ ഉരുളക്കിഴങ്ങ് നട്ടാൽ ഉണ്ടാവൂലെന്നായിരുന്നു പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത്, കരുതിയിരുന്നത്. പക്ഷെ ഞാൻ നട്ട് പിടിപ്പിച്ച് വിളവെടുത്തത് ഉറപ്പ് പറയാനായി നന്നായിട്ടുണ്ടാവും എന്നുള്ളത്. അങ്ങനെ 2 എണ്ണം ഒരു ചാക്ക് നട്ട്. ഇത് കണ്ട കൂർക്ക നട്ടതാ. കൂർക്ക നട്ടിട്ട് ഇപ്പോൾ 2 ആഴ്ച ആയി. തെളിഞ്ഞ് ഇതാ 2 എണ്ണത്തിൽ കൂർക്ക ഉപ്പേരി വെക്കാൻ കൊണ്ടുവന്നത് എടുത്ത് മണ്ണിലിട്ട് മുളപ്പിച്ച് ആ മുള വന്ന് ആ തണ്ട് പൊട്ടിച്ചിട്ടാ നട്ടത്. കണ്ടില്ലേ, ഉഷാറായിട്ടുണ്ടായില്ലേ? ആയില്ല, ദിവസമായില്ല, 1 ആഴ്ച 2 ആഴ്ച ഒക്കെ എൻ്റെ ചാനലിലുണ്ട്. ഞാൻ നടുന്നതൊക്കെ ഇട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് എന്തായാലും ഉഷാറായിട്ടുണ്ടാവും, അതെനിക്ക് ഉറപ്പായി. ഞാൻ നട്ട് വിളവെടുത്തത് കൊണ്ട്. ഇപ്പം എല്ലാവരും ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവച്ച കുരുമുളക് വീട്ടിൽ കൊണ്ടുവച്ച ഉരുളക്കിഴങ്ങ് ബാക്കിയൊക്കെ വന്ന മൂലയിലുണ്ട മുളച്ചു പോകുമല്ലോ, ആ മുള ഇങ്ങനെ നട്ടാൽ മതി. മുളച്ച് വന്ന ഉരുളക്കിഴങ്ങ് ഇതെൻ്റെ കർമൂസ് തയ്യ. മഴക്കാലാവുമ്പോൾ എല്ലാം നട്ടുപിടിപ്പിച്ചാൽ മഴ ഇപ്പം കുറയൂ. ഈ ശക്തമായ മഴ നോക്കണ്ട, നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം വീണ് പോയിട്ടോ, എൻ്റെ വാഴൊക്കെ വീണ് പോയി. നോക്കിയിട്ട് കാര്യമല്ല. ഇവിടെ അതാ ഒരു കർമൂസ് തൈ നട്ടാണ്. അപ്പം എൻ്റെ ഉരുളക്കിഴങ്ങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.